വർഷത്തെ അവസാനത്തെ വ്ളോഗാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ സ്വാഗതം പറ. അയ്യോ, ഈ വർഷത്തെ നമ്മുടെ അവസാനത്തെ വീഡിയോയിലോട്ട് സ്വാഗതം പറ. എടോ, ഈ വർഷത്തെ അവസാനത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വർഷത്തെ ഞങ്ങളുടെ അവസാനത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. അല്ല, ഈ വർഷം ഇനിയിപ്പോ രണ്ടാമതൊരു വീഡിയോ ഉണ്ടാക്കാൻ സമയമില്ലല്ലോ, അതുകൊണ്ട് ആഴ്ചയിലൊരു പ്രോഗ്രാം പറയൂ ഇയാളോട്. ഇവിടെ ഒരു സിബ് വെക്കൽ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ആക്കാനായിട്ട് വിഷമിച്ച് പോയി. കണ്ട, ഈ സാധനം ഇങ്ങനെ വന്നിട്ട് ഒപ്പം ആക്കാനായിട്ട് കണ്ട ഈ ലൈനൊപ്പം ഇരിക്കണം. ഇവിടെ ഒരാള് സിബ് വെച്ച് രക്ഷപ്പെട്ട് നടക്കുവാണ്. കമന്റ് എടുത്ത് തന്നെ ഇയാളെ കാണിക്കും. ഗൈസ്, ഇതെന്റെ കൂട്ടുകാരിയാണ്. ഞങ്ങൾ എംകോമിന് ഒരുമിച്ച് പഠിച്ചതാണ്. ഇവിടെ ചുറ്റിപ്പറ്റിയാണ് ഞാൻ ഇരുന്നിരുന്നത് കോപ്പി അടിക്കാൻ. എന്റെ വലത്ത് ഭാഗത്തിരുന്ന ആളാണിത്. എല്ലാ നെക്കിനും സ്ക്വയർ യു തന്നെയാണ് വെക്കേണ്ടത്. സ്ക്വയർ യു ഇറക്കമൊക്കെ ഇത് തന്നെയാണോ വേണ്ടത്? ഇപ്പൊ ഈ അളവിട്ടതുപോലത്തെ വേണ്ടത് എടുക്കണോ? സെപ്പറേറ്റ് ബിന്ദു ചേച്ചി എടുക്കണോ? ഇറക്കാം. നിങ്ങൾ ചോറ് കഴിക്ക്. ആൽബം കണ്ടോണ്ടിരിക്കുമ്പോ ഈ വീഡിയോ എടുത്തോളാം. നിങ്ങൾ കണ്ടല്ലേ? ധന്യ ചേച്ചിനെ കാണിച്ചിട്ടില്ലേ ആൽബം? അപ്പാപ്പന്റെ ആൽബമാണ് ഇവരെ കാണിച്ചത്. ശരിയാ. അത് കണക്കാണ്. എൻ്റെ കല്യാണ ആൽബത്തെയാണ് അവള് അപ്പാപ്പനെ മരിച്ചിടക്കിനെടുത്ത ഫോട്ടോ എടുക്കുമല്ലോ നമ്മള്. ആ ആൽബമായിട്ട് സാമ്യപ്പെടുത്തിയത്. വേറെ ഒന്നുമില്ല കേട്ടോ. ഇവളാണ് എനിക്ക് മേക്കപ്പ് ഇട്ടത്. ആ മേക്കപ്പിനെയാണ് ഞങ്ങൾ ഡെഡ് ബോഡിക്ക് ഇടുന്ന പോലെ മേക്കപ്പ് എന്ന് പറഞ്ഞ് അവളെ തന്നെ കളിയാക്കണതാണ് അവളുടെ മേക്കപ്പിനെ. കാരണം എൻ്റെ കല്യാണമൊക്കെ കോവിഡ് സമയത്തായിരുന്നേ. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം. അതായത് ഞാൻ മുഖത്തൊന്നും തേക്കാറില്ല, പക്ഷെ എനിക്കിതൊക്കെ സ്വന്തമായിട്ട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമില്ലേ. അപ്പം അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയായിരുന്നു ഞാൻ. അപ്പോൾ അമ്മ എനിക്ക് 10,000 രൂപ തന്നു. 2,000 രൂപയ്ക്ക് എന്ത് ഈ മാലയൊക്കെ മേടിച്ച് ബാക്കി 8,000 രൂപയ്ക്ക് മേക്കപ്പ് പ്രൊഡക്ട്സ് നമ്മൾ എറണാകുളത്ത് പോയി ഞാനും നടിച്ചും കൂടി കുറേ കണ്ടവലച്ചാതിയൊക്കെ മേടിച്ചു. ഓരോ വീഡിയോയിലൊക്കെ നമ്മൾ കാണുമല്ലോ. അതൊക്കെ മേടിച്ചിട്ട് അതൊക്കെ കണ്ടുള്ള പ്രയോഗമാണ് നാൻസി എൻ്റെ മുഖത്ത് നടത്തിയത്. അതിനാണ് ഈ കളിയാക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് വാങ്ങിച്ച സാധനങ്ങളൊന്നും എന്നേക്കാളുപരി ആ സമയത്ത് എൻ്റെ 2 ഫ്രണ്ട്സിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അതിനൊക്കെ നാൻസി ഉപയോഗിച്ചു. അതായത് 8,000 രൂപയ്ക്ക് മേടിച്ച സാധനം മുതലാക്കി. ആ കോവിഡ് സമയത്ത് നടന്ന കല്യാണങ്ങളിലെ മിക്കതും നമ്മുടെ ഫാമിലി നടന്നതൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നാൻസിയായിരുന്നു. ഒരു തിരക്കിട്ട മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ആ സമയത്തൊക്കെ 100 പേരുടെ പരിപാടിയല്ല. എൻ്റെ കല്യാണമൊക്കെ 100 പേരുടെ പരിപാടിയായിരുന്നു കേട്ടോ. കല്യാണം അതെ, മനസ്സമ്മതം അതെ. അതുകൊണ്ട് വലിയൊരു സെറ്റപ്പൊന്നും ആയിട്ടല്ല നടത്തിയത്. ഭയങ്കര ശോകമായിരുന്നു. അപ്പോൾ ഈ ആൽബമൊക്കെ ചേച്ചിമാർക്ക് കാണണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുവേ. ഞങ്ങൾ ഈ പരസ്പരം ഇങ്ങനെ പറയാം ഡെഡ് ബോഡി മേക്കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവർക്ക് അതൊന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അവരെ കാണിക്കുകയാണ്. കൂട്ടത്തിൽ നിങ്ങളെങ്കിലും കാണിക്കുക. ഈ പ്രോഡക്ട്സ് ഒക്കെ ഇങ്ങനെ വാങ്ങുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒന്നും ഉപയോഗിക്കത്തില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. നാൻസി ആദ്യമായിട്ട് പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കണത് എൻ്റെ മനസ്സമാധാനത്തിനാണ്. ആ ബ്ലൗസാണ് ഈ ബ്ലൗസ്. ബോട്ട്നക്കായിരുന്നു അന്നത്തെ ഇഷ്ടം. അയ്യോ, അതെന്നാന്നറിയാമോ ചേച്ചി? മുടി ഇച്ചിരിയല്ലേ ഉള്ളു. ബണ്ണ് കെട്ടാൻ ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബണ്ണ് കെട്ടി കഴിയപ്പോ ഒരു ഷൂ പോലെ ഇച്ചിരി. പിന്നെ എന്തെങ്കിലും ചെയ്യണ്ടെന്ന് കരുതി ചെയ്താ. പഴയ ഒരു സിനിമാ നടിയുടെ ലുക്ക്. അത് തന്നെ അത് ഏത് സിനിമയുടെ പേരെന്ന് പറഞ്ഞെടുത്ത് എനിക്കറിയില്ല. സിനിമ കണ്ടിട്ടില്ല. നല്ലറിയാം, പക്ഷെ ഞാൻ കറി കൂട്ടിട്ട് ഞങ്ങൾക്ക് വെള്ള കളറുള്ള സൂത്രം കൂടി വെച്ച് കൊടുക്കണ്ടായിരുന്നു. ആ സമയത്ത് അതൊന്നും ട്രെൻഡ് അല്ലേ ചേച്ചി? ട്രെൻഡ് ആണോന്ന് അറിയില്ല. ഞങ്ങൾക്ക് അതിനുള്ള വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടതാണ് ഡെഡ് ബോഡി മേക്കപ്പ്. എടോ, അത് വലിയ കുഴപ്പമില്ല.
ഈ ആൽബം തന്നെ ശരിക്കും ഉണ്ടായത് അമ്മയുടെ ആഗ്രഹത്തിൻ്റെ പുറത്താണ്. ഞാനാണെ പറയാം എനിക്ക് വേണ്ട, എനിക്ക് ആൽബം ഒന്നും വേണ്ട, എനിക്ക് ഫോട്ടോയ്ക്ക് നിൽക്കണമെന്ന് ഇഷ്ടമല്ല എന്നും പറഞ്ഞുള്ള ഒരു രീതിയായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അമ്മ തൊട്ടപ്പുറത്തുള്ള അമ്മ തന്നെ പോയി പുള്ളിനെ കൊണ്ട് ഏൽപ്പിച്ച് ചെയ്യിച്ചതാണ്. അതായത് പഴയ രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കുന്ന ആളാട്ടോ. ആളെന്നെ കൊണ്ട് കമ്മലെ പിടിപ്പിച്ച് മാല റെഡിയാക്കി, അതൊക്കെ പണ്ടത്തെ പോസാണല്ലോ, അങ്ങനത്തെയൊക്കെ പോസാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഈ ബൊക്കെയൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാട്ടോ. മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോം മെയ്ഡ് കല്യാണമായിരുന്നു. അതൊക്കെ എൻ്റെ ആഗ്രഹമായിരുന്നു, എനിക്ക് ബൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ. എൻ്റെ ആഗ്രഹമാണെങ്കിലും ചെയ്യണത് മുഴുവൻ നാൻസിക്കിട്ടുള്ള പണിയാണ് ഞാൻ. അങ്ങനെ ആൽബത്തിൻ്റെ വിശേഷങ്ങളെല്ലാം കണ്ട ശേഷം എല്ലാവരും അവരവരുടെ പണിയിലോട്ട് കടന്നിട്ടുണ്ട്. ഒട്ടും സമയമില്ല, സമയമില്ലാത്ത സമയത്താണ് പിന്നെ ഇതൊക്കെ ഒരു രസം. ഇതൊക്കെ കണ്ട് ഇപ്പോൾ പഴയ കഥകൾ പറഞ്ഞിരിക്കുമ്പോൾ ഒരു രസം. അപ്പോൾ ഇതൊരു സാരിയായിരുന്നു കേട്ടോ. ആ സാരി വെട്ടിയാണ് ഈ ഒരു ഡ്രസ്സ് തയ്ച്ചിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു, ഫുള്ളായിട്ടുള്ള ഡ്രസ്സാണ് തയ്ച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം തീർന്നു. നാൻസിയുടെ കഴിവ് മുഴുവൻ പുറത്തെടുക്കേണ്ട പീസാണിത്. കൊടൽമാല പുറത്ത് വരുമെന്ന്. ഇതൊരു കുട്ടിയുടെ ഫ്രോക്കാണ് ഗസ് ചെയ്യുന്നത്. ഇവിടെ ഒരു കല്യാണ ബ്ലൗസാണ് ഒരുങ്ങുന്നത്. ഓ എൻ്റെ പൊന്നിനെ കണ്ട ആ തുണി തികയാത്തതിൻ്റെ ആണ് കാണിക്കുന്നത്. എന്തായാലും ഇവര് തുണിയില്ലാണ്ട് തന്നെ അത്. അന്ന് ധന്യ ചേച്ചി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ശോകമോഹമായിട്ട് പണികൾ നടത്തിക്കൊണ്ടിരിക്കുവാണ്. നാൻസി ആണെങ്കിൽ ഈ ആദ്യ കുർബാന ഉടുപ്പ് എടുക്കാനായിട്ട് ഇങ്ങനെ, അതായത് അവർ കുറേ ദിവസം മുന്നേ കൊണ്ട് തന്നതാണ് സമാധാനത്തിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഒത്തിരി പാറ്റേണുള്ളതുകൊണ്ട് ഇവളിങ്ങനെ എവിടെ തുടങ്ങണം എന്ന് അറിയാൻ മേലാണ്ട് ഇങ്ങനെ ശങ്കിച്ച് എടുക്കാൻ മടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ കട്ട്ലേറ്റ് കഴിക്കണമെന്ന് ഭയങ്കര വാശി നിർബന്ധം പറഞ്ഞിട്ട് ഞാൻ മാറി കിടക്കുമായിരുന്നു. എന്നെ ഉന്തി തള്ളി കടയിൽ പറഞ്ഞു വിട്ട് അവസാനം ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ കട്ട്ലേറ്റൊക്കെ കഴിച്ചു. അങ്ങനെ വൈകുന്നേരമായി. നാൻസി പിന്നെ അതിൻ്റെ പരിപാടിയിലോട്ട് കടന്നു കേട്ടോ. അപ്പോൾ പിണ്ടൊക്കെ ഇടണം കുറച്ച് സ്ഥലത്തെ. അപ്പോൾ അത് ഇടുന്നത് എങ്ങനെയാണ്, അവൾ ഇട്ടിട്ട് ഇടുന്നതിന് മുന്നേ ഒരു വീഡിയോയും കൂടി കാണുവാണ്. ഇങ്ങനെ ഇപ്പം എന്തെങ്കിലും കൂടുതൽ പെർഫെക്ഷൻ കിട്ടിയാലും ആ വീഡിയോ കാണുന്നത് വഴിയായിട്ട് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിറ്റേന്ന് വൈകുന്നേരം കിയാരയുടെ സ്കൂളിൽ പരിപാടിയായിരുന്നു കേട്ടോ. ഡാൻസ് ഉണ്ട് അവളുടെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും നാൻസിയും കൂടി പോവുകയാണ്. കിയാരയുടെ ക്ലാസ്സിലെ ബോയ്സ് ആണ് ഈ കിടന്നിട്ട് തുള്ളി മറിയുന്നത്. ഞങ്ങൾ കഴിഞ്ഞ തവണ അവൾ എന്ത് രസമായിട്ടാണ് കളിച്ചതെന്നറിയാവോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാണ്ട് ഈ കൊച്ച് കളിച്ചിട്ട് ഞാൻ സ്റ്റേജ് ചെയ്തിരുന്ന എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകിയതാണ്. ഇത്തവണ നമ്മൾ വിചാരിച്ചു നന്നായിട്ട് കളിക്കുമായിരിക്കും എന്ന് വിചാരിച്ചപ്പോൾ അതേ എങ്ങോട്ടോ വടക്കോട്ടോ തെക്കോട്ടൊക്കെ നോക്കി നിൽക്കുകയെ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചേ ഇറങ്ങിയിട്ട് നീ എന്തായാലും കളിക്കാൻ, നീ ആരെ നോക്കുമായിരുന്നു ചോദിച്ചപ്പോൾ പറയാം ആ മിസ്സിനെ നോക്കുമായിരുന്നു, മിസ്സിനെ കണ്ടില്ല, കിയാക്കി സങ്കടമായി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ചുറ്റും കിടന്ന് പരതും, അവൾ കളിക്കുമല്ല ആരോഗ്യമോ നോക്കുമായിരുന്നു. ഇങ്ങനെ തപ്പണത് പോലെ നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് കിയാര മഹാ അലമ്പായിട്ട് കേട്ടോ കളിച്ചത് ഇത്തവണ. അത്ര രസമായിട്ട് കളിച്ചില്ല. പിന്നെ അത് മാത്രമല്ല നല്ല ജലദോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ജലദോഷം വരുമ്പോൾ അറിയാമല്ലോ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കുമല്ലോ നമ്മൾ. അപ്പോൾ ഇങ്ങനെ മൂക്കൊക്കെ ഇങ്ങനെ വലിച്ച് പിടിച്ചൊക്കെയാണ് കളിച്ചുകൊണ്ട് നിന്നത് തന്നെ. അങ്ങനെ ഒരു വിധത്തിൽ കറക്കാണ്. ആളെ തിരിച്ചറിയാണ്ടായിപ്പോയി കേട്ടോ. അത് ഈ മേക്കപ്പൊക്കെ ചെയ്തിട്ടേ പിരികവും കണ്ണുമൊക്കെ എഴുതിയിട്ട് കിയാര അല്ലാത്ത പോലെ തോന്നിയത്. അങ്ങനെ ഞങ്ങൾ അവളെയൊക്കെ കൊണ്ട് തിരിച്ച് വീട്ടിലോട്ടൊക്കെ പോകുന്നു. അപ്പം നമ്മളുടെ ഷോർട്സൊക്കെ നിങ്ങൾ റെഗുലറായിട്ട് കാണുന്നവരാണ്, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഈ ഡ്രസ്സൊക്കെ ഇറക്കിയിരുന്നത്. ഇത്തവണ നമ്മൾ ഒരു റിസ്ക് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, നമുക്ക് കുറച്ച് തുണിയെ കിട്ടിയുള്ളൂ കേട്ടോ. ഒരു 80 പീസ് 79 പീസേ നമ്മളിതിന് ചെയ്തുള്ളൂ. ഈ ബ്ലാക്ക് റെഡും ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അത് നമ്മൾ പ്രീ പ്രൊഡക്ഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം നമുക്കൊന്നും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രൊഡക്ഷൻ ചെയ്ത് വെച്ചിട്ട്. പക്ഷെ അത് സുഖമുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മൾ ഈ നേരത്തെ ഓർഡർ എടുത്തിട്ട് ഉണ്ടാക്കാൻ പോകൽ ഭയങ്കര പാടാണ്. അതായത് ഒത്തിരി സമയം ഒത്തിരി അങ്ങോട്ട് പോകും നമുക്ക്. ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കും അയച്ചോ എന്ന്. ഇത് നല്ല പരിപാടിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൽ നല്ല റിസ്ക് ഉണ്ട്. സാധനം വിറ്റു പോയില്ലെങ്കിൽ ബാക്കി വരുന്നത് ഡെഡ് ആകും. മറ്റേത് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. അതായത് അത് നമ്മൾ ഓർഡർ അനുസരിച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. അത്തപ്പൂക്കളത്തിന് നടുവിലിരിക്കേ ഓണത്തപ്പന്റെ നിറവാണ് എനിക്ക്. ഓണത്തപ്പൻ ഈ കളറാണല്ലോ. അരിപ്പൊടി കലക്കി തലവഴി ഒഴിക്കണം. അങ്ങനെ അനക്കല്ലേ. അങ്ങനെ നമ്മുടെ ആ ഡ്രസ്സിൻ്റെ ഓർഡർ എടുക്കാനുള്ള വീഡിയോ ഇടണമല്ലോ, അതിൻ്റെ ഷൂട്ടിംഗാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ആദരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രസ്സ് ഒരെണ്ണം അല്ല, അത് 2 എണ്ണം ഉണ്ട് കേട്ടോ. ചുരിദാർ എലൈൻ ടോപ്പാണ്. അതിൽ 2 എണ്ണത്തിലും വർക്ക് ചെയ്യാനുണ്ടായിരുന്നു, കഴുത്തിലും സ്ലീവിലും. അപ്പം തീരാനുള്ളത് പുള്ളിക്കാരത്തി ഇവിടെ വന്നിരുന്ന് ചെയ്യുവാണ്. കസ്റ്റമർ തൊട്ടടുത്ത നിമിഷം തന്നെ വരുമായിരുന്നു. അപ്പം നാൻസിയും ചേച്ചിയും കൂടെ അത് ചെയ്തുകൊണ്ടിരിക്കുക. പൊളിക്കുകയാണ്, മണത്ത് നോക്കിയാണ്. പുറത്തോട്ട് മണം വരുന്നില്ലെന്നാണ് പറയുന്നത്. മണം വന്നോ ചോക്ലേറ്റിൻ്റെ? നല്ല സന്ധ്യാനേരമായതുകൊണ്ട് നല്ല കൊതുകിൻ്റെ കടിശല്യം ഉണ്ട് കേട്ടോ. ഇതാണ് അടുക്കളയിൽ ഫാൻ വെക്കണം എന്ന് പറയുന്നത്. വലിച്ചങ്ങോട്ട് ഊര് പെണ്ണേ. നമുക്ക് ഈ പെട്ടിക്കകത്ത് എന്താണെന്ന് തുറന്ന് നോക്കാം.
എന്തെങ്കിലും സാധനം 1300 രൂപയാണ്. ഇത് ഡിഞ്ചു കാരണം ഇത് ഞാൻ ഓർഡർ ചെയ്തു. ഡിഞ്ചു ആണോ? ഡിഞ്ചുവിന്റെ വീഡിയോ കാണിക്കുന്ന അല്ല, പിന്നെ ബ്രൗണി ലവറല്ലേ. ഓഹോ, ബ്രൗണി നല്ല നമ്മൾ ബ്രൗണി കഴിച്ചിട്ടില്ലല്ലേ ഇതുവരെ. തുറക്ക്. എങ്ങനെ പഴമോ? ഇതെന്താടി ഇത്? എനിക്ക് കൈ മാറ്റി. കാണാൻ രസമുണ്ടല്ലേ? കാണാൻ കൊള്ളാം. വൈകുന്നേരം DTDC കൊറിയറുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേ നാൻസി എൻ്റെ ബ്രൗണിയാണ് വരുന്നത്, എൻ്റെ ബ്രൗണിയാണെന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി പോയി മേടിച്ചതാണ്. കുഴപ്പമില്ല കേട്ടോ, ബ്രൗണിക്ക് പൊതുവെ ഇത്തിരി കയ്പ്പാണ്, ഇച്ചിരി കയ്പ്പ് പോലെ തോന്നി. എനിക്ക് അത്രയ്ക്കും കൂടി ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ഇവൾ പറയുന്നു. ഞാൻ പിന്നീട് കഴിച്ചു നോക്കിയില്ല. കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്, പക്ഷെ ടേസ്റ്റ് ആവറേജ് ആട്ടോ. ഇങ്ങനെയുണ്ട് പറ. ഇടി മിണ്ടടി നീ, ഇടി മിണ്ടാൻ പറ്റണ്ടേ ഒന്ന്? ഒരു ചൂയായിട്ടുള്ളൊരു. അതിന് മുമ്പ് ബ്രൗൺ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അറിയത്തില്ലല്ലേ. അതെ. ഇവിടെ ക്രിസ്മസ് ട്രീ ഒരുക്കം നടക്കുവാണ് ഗൈസ്. കൊച്ചിനെ പറ്റിക്കാൻ ഞങ്ങൾ പഴയ സ്റ്റൂൾ എടുത്ത് ഇതിങ്ങനെ ചെയ്ത് ഇതിങ്ങനെ ഒട്ടിക്കുവാണ്. അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെല്ലോ ടേപ്പ് വേണം അല്ലേ? ട്രാൻസ്പെറൻ്റ് സെല്ലോ ടേപ്പ് വേണം. എൻ്റെ ഒച്ചയൊക്കെ പോയി, മിണ്ടാൻ പറ്റുന്നില്ല. വഴിയാണോ ഇത്? എഴുതി വെക്കണം വഴിന്ന്. പുല്ലില് മാത്രല്ല, വഴിക്ക് മാത്രം മഞ്ഞ, ഇതിൽ പുല്ല്. ഇവിടെ ഇത്ര വലുത് എന്തിനാണ് ഉണ്ടാക്കിയ? ഇത് അറക്കപ്പൊടിക്ക് പൈസ കൊണ്ടും കൊടുക്കണം. തടിയുടെ പൊടിയാണോ ഇത്? അറക്കപ്പൊടിയുടെ ഒരു മണം ഉണ്ടല്ലേ. വാവേ നീ അറിയല്ലേ? ഇവിടെ ഇടല്ലേ. ഇത് വഴിയാ. ആണോ? ഇത് ഇവരെയും കൂടെ കാണിച്ചേക്കാം. നല്ല രസം. എന്റെ ഒച്ച കേട്ടിട്ട് ഈ പെണ്ണുമ്പള സിനിമ കഥ പറയുക. അത് ഏത് സിനിമയിലാ ചേച്ചി? ശ്രീനിവാസനല്ലേ ചോദിക്കണം. പക്ഷെ എനിക്ക് ഇതുവരെ ഇങ്ങനെ ഒച്ച പോയിട്ടില്ല കേട്ടോ. അത് ശരിയാകുമോ ബിന്ദു ചേച്ചി? എനിക്ക് സംശയം. ഇതെന്തുവാ വെറൈറ്റി ഉണ്ടോ? ബോഡിക്കോൺ പാവാടയോ? ഇവിടെയാണ് കുറച്ച് വലിയ ഹിപ്പ്. ഹലോ എടാ, ഞാൻ വിളിച്ചതേ അതുപോലെ നമ്മുടെ ബ്ലൗസ് കുഴപ്പമില്ല കേട്ടോ. വെട്ടി വന്നപ്പം ബ്ലൗസ് എടുക്കാൻ പോയി പറ, ഇതാണ് ഞങ്ങളുടെ പുൽക്കൂട്. പറഞ്ഞേ, ഇതാണ് ഞങ്ങളുടെ പുലിക്കൂട്. പുലിക്കൂട് ഉണ്ടാക്കാം. നമ്മുടെ പുലിക്കോട് ഇവിടെ റെഡി ആയിരിക്കാണ് ഗൈസ്, റെഡി ആയിരിക്കാണ്. പുലിക്കോട് എത്ര ദിവസത്തേക്ക് ഉണ്ടാവും അറിയില്ല. കിയാരം അത് ശരിയാക്കി തരുന്നതായിരിക്കും. അതെ, അറക്കപ്പൊടിയാ. അങ്ങനെ പിറ്റേന്നായിട്ടുണ്ട്. ഇത് അടുത്ത ആദ്യ കുർബാന ഡ്രസ്സാട്ടോ. നമുക്കിപ്പോൾ ഈ മാസം നമുക്ക് 2 ആദ്യ കുർബാനയുടെ ഡ്രസ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇത് സിമ്പിളാണ് സംഭവം, അങ്ങോട്ട് ചെയ്തെടുത്താൽ മതി വൃത്തിക്ക് അങ്ങോട്ട്. അപ്പോൾ സാധാ നോർമൽ അംബ്രല കട്ടൊക്കെയാണ്. നല്ല രസമുള്ള മെറ്റീരിയലാട്ടോ. ഇത് മെലാഞ്ചിയിൽ നിന്ന് മേടിച്ചതാണ്. 1 മീറ്ററിന് 1000-ന് വരും കേട്ടോ വില. തരുന്നില്ലേ? കൊച്ചവിടെ നിന്ന് ചോദിക്കും, ധന്യ ചേച്ചി എനിക്ക് ഒരെണ്ണം തരുവാന്ന് ചോദിക്കും. ധന്യ ചേച്ചി തരും. താങ്ക് യു പറ. ധന്യ ചേച്ചിയും കിയാരെ നേരെ കണ്ടിട്ടുണ്ടെങ്കിൽ കീരിയും പാമ്പോണി ധന്യ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് കിയാരയ്ക്ക് ധന്യ ചേച്ചിയെ കാണുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ പറയണം. അങ്ങനെ അന്ന് രാത്രി ആയിട്ടുണ്ട്. ഫാൻസ് ഇരുന്ന് അടിയോട്ടടിയാണ് ഗൈസ്. അമ്മയുടെ നാളെ ഇടാനുള്ള ഉടുപ്പാണ് അടിക്കുന്നത്. വാച്ച് പോലും ഊരുന്നില്ല കുട്ടി. സമയം നോക്കിയാണ് അടിക്കണത്.
നമ്മുടെ ആദ്യ കുർബാനൊക്കെ ഉള്ള പടഞ്ഞ ഉടുപ്പാട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്, ഭയങ്കര ഭംഗി. നോർമൽ ഒരു അംബ്രല കട്ടാണ്, ഡബിൾ അംബ്രല കേട്ടോ. യോക്കിൻ്റെ അവിടത്തെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പ്രിൻസസ് ലൈനാണ് കൊടുത്തേക്കുന്നത്. ഇതെന്തുവാടി തയ്ക്കാനുള്ളത്? ഡ്രസ് കേട്ടല്ലേ. ഈ അളവിൽ നിന്ന് കുറച്ചുകൂടെ വലുതാക്കി തയ്ക്കായിരുന്നു. കുറച്ച് വലുതാക്കി തയ്ക്കാൻ എന്നിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ പോരെ. അങ്ങനെ ക്രിസ്മസ് തലേന്നായിട്ടുണ്ട് കേട്ടോ. കുറേ നാളായി വീഡിയോ എടുത്തിട്ടാണ്, മിണ്ടാനെന്ന് അറിയാൻ മേല. അപ്പം ശരി, ഓക്കെ ബൈ. സമയം 7:20. ചന്തയിൽ എന്തെങ്കിലും ഉണ്ടാവാന്ന് അറിയത്തില്ല. ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ, ഇതൊന്ന് ചിക്കൻ, കക്കാർച്ചി, പൊടിമീന്, ഇതിനകത്ത് ചാളയുണ്ട്. കണ്ടിട്ടൊരു സുഖം തോന്നണില്ല, നോക്കാം. ചെമ്മീൻ. തിന്നുണ്ടേ ഗൈസ്? നമുക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം പൊളിച്ചെടുക്കാം. ആദ്യം 1 റൗണ്ട് ഞാൻ ഉണ്ടാക്കിയത് കരിഞ്ഞു പോയി. അതുകൊണ്ട് അമ്മ പറഞ്ഞു അതെല്ലാം കളഞ്ഞിട്ട് രണ്ടാമത് ഉണ്ടാക്കാൻ. മസാല പോരെ. ഒരാൾ ഇവിടെ കഥ കാണാൻ വേണ്ടി നിൽക്കുവാണ്. എന്താ കറി ഉണ്ടാക്കണ? ഞണ്ട് കറിയാണോ ഉണ്ടാക്കണ? ആരാ ഉണ്ടാക്കിയത്? കേക്ക് ഇഷ്ടമാണോ ഞണ്ട്? ഇഷ്ടമാണ്. ഹലോ ഗൈസ് എന്ന് പറ. ഞങ്ങളിവിടെ ഞണ്ട് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അങ്ങനെ പറ. കിയാരയാണോ ഉണ്ടാക്കണെന്ന് പറ. നീ ചുമ്മാ പറഞ്ഞോ, കിയാര ഉണ്ടാക്കണെന്ന് പറഞ്ഞോ. ആണോ? അതുകൊണ്ട് കൊച്ചിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലേ? തൊലിയല്ലടാ, ആ മീനാണ് നങ്ക് മീൻ. മീമിയുടെ തൊലിയാണ് ഈ മീൻ കണ്ടിട്ട്. മടുത്തൊന്നും പറയാൻ പറ്റിയല്ല. പിടിച്ചങ്ങോട്ട് വീട് വരെ പിടിക്കണം കേട്ടാ. പിന്നെ എന്തിനാ അമ്മയുടെ കൂടെ വന്നത്? എന്തിനാ പിടിക്കങ്ങോട്ട് വാ. ഗുഡ് ഗേൾ ആയിട്ട് പോട്ടാ. താഴത്തൊന്നും മുട്ടിക്കല്ല്. മടുത്താ? സാരിയില്ല കേട്ടാ, അമ്മയ്ക്ക് കൊണ്ട് 2 എണ്ണം. അയ്യോ, നടക്ക്. ഇല്ല, നീ പിടിച്ചോട്ടാ. ചേച്ചിമാർക്ക് കൊടുക്കാനുള്ള കേക്ക് മേടിക്കാൻ വേണ്ടി പോയതാട്ടെ. എവിടെ ഇറങ്ങിയാലും ഞാൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വരികയും ചെയ്യും. പണി എടുക്കാൻ കഴിയില്ല പെണ്ണിനൊക്കെ. ഒരു 2 കഷ്ണം കേക്ക് പിടിക്കാൻ കൊടുത്തതിനാണ് ഇത്ര പാട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. കേക്കൊക്കെ മേടിച്ച്. ഇത് 2 ബ്ലൗസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് തന്നെ. ചേച്ചി എന്നെ എടുത്തുയർത്തി കാണിക്കാട്ടെ. ഇതിൻ്റെയൊക്കെ കസ്റ്റമർ ഉടനെ വരുമായിരുന്നേ. അപ്പോൾ ഈ ഒരു ബ്ലൂ ബ്ലൗസ്, ഇതിങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര സംശയമായിരുന്നു. ദൈവമേ, ഈ സിൽവർ വർക്കാണ് ഇത്. അപ്പോൾ ഇത് അയ്യോ ഭംഗിയുണ്ടാവുമോ എന്നുള്ള ഭയങ്കര സംശയം. കുട്ടി പറഞ്ഞത് സിൽവർ ഇട്ട് ചെയ്താൽ മതി എന്നാണ് ബ്ലൗസിൻ്റെ ഓണർ. അപ്പോൾ അതേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് രസമുണ്ടെന്ന് എനിക്ക് വീഡിയോ കണ്ടില്ല, ഫോട്ടോ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെയാണ്, നമുക്ക് സംശയമുള്ളതൊക്കെ നല്ല ഭംഗിയിൽ വരാറുണ്ട് പൊതുവേ. അപ്പോൾ ഇത് ക്രിസ്മസ് തലേന്നിൻ്റെ ഞാൻ അടുക്കളപ്പണിയുടെ ഇടയ്ക്ക് ഇവിടെ വന്ന് ഇവിടെ എന്താ വിശേഷം നടക്കണമെന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കണം കേട്ടോ. ഇത് നല്ല രസമുള്ള മെറ്റീരിയലാണ്, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇത് മറ്റേ മെഷീൻ എംബ്രോയ്ഡറി ആണ്, ചുരിദാർ തയ്ക്കാനുള്ളതാണ് അവിടെ എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടി ബിന്ദു ചേച്ചി അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊരെണ്ണം കഴിഞ്ഞത് കിടക്കുമായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു പാറ്റേൺ. ഇങ്ങനെ കോളറൊക്കെ വന്നിട്ടുണ്ട്, പോഡ്ലി ബട്ടണൊക്കെ ഫുള്ള് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റ് ടോപ്പ് ആട്ടോ, രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ 24-ാം തീയതി രാത്രിയിലത്തെ പരിപാടിയാണ്. ഞാനിച്ച് പാതിര കുർബാനയ്ക്ക് പള്ളിയിൽ വന്നില്ലായിരുന്നു. അവളെ നിന്ന് മടുത്തു, ക്ഷീണിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നില്ല. അതുകൊണ്ട് ഞങ്ങളൊക്കെ പള്ളിയിൽ പോയി. പിറ്റേ ദിവസം ക്രിസ്മസ് ആണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇഷ്ടു. ആദ്യമായാണ് നമ്മുടെ ഭവനത്തിൽ ഇഷ്ടം ഉണ്ടാക്കുന്നത്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല.
പിന്നെ സ്ഥിരം തത്തപ്പം. തിളക്കണ എന്നാ ഇറക്കിയേക്കാം അല്ലേ? കൊള്ളാം. അപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇന്ന് 25-ാം തീയതിയാ. ഇന്ന് ഇവിടെ തയ്യലുണ്ട് ചേച്ചിമാരെ വിളിക്കുന്നുണ്ട്. കുറേ അർജൻറ്റ് തീർക്കാനുണ്ട്. ഗൈസ്, നമ്മുടെ ബീഫ് ഉലക്കിയത് ഇവിടെ റെഡിയാവുകയാണ്. ഇത് നല്ല കറപ്പിച്ചെടുക്കണമെന്ന് ഞാൻ വിചാരിക്കണത്. ഇത് എപ്പോൾ കറക്കുമെന്ന് അറിയത്തില്ല. മോരിളക്കടി, തൈര് ഇളക്കടി. നാൻസിയോടെ അട്ടഹാസം. ചേച്ചി ഇങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും കൊടുക്കാൻ പറ്റുമോ ചേച്ചി? ലേസും കൂടെ വെക്കുമ്പോഴല്ലേ അത് മാറും. എല്ലാത്തിലും കൂടി മിക്സഡ് ആയിരിക്കും. എടി ഇതിനെന്നാടി കുഴപ്പമില്ല. ഇതിങ്ങനെ ഈ തുണിയിൽ കിടക്കുള്ള നല്ലതാണ്. ഇതിപ്പോൾ ലൈനിങ് ഇല്ലാണ്ട് വേറെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടായി വൃത്തികേട്. അടിയിലൊക്കെ തുണി വരാൻ നേരത്ത് ഭംഗിയിൽ വരും. ഇതിക്കുള്ള ഭംഗിയിൽ ഇത് എങ്ങനെ പിടിപ്പിക്കാനാണ്? അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഈവനിങ് ആണ്. ഒരു ബ്ലൗസ് പിറ്റേന്ന് രാവിലെ തന്നെ ആൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബ്ലൗസ് ഒന്ന് തുന്നാനായിട്ട് ഞാൻ ഇവിടെ വന്നത് തുന്നി തീർത്തിട്ടുണ്ട്. നാൻസി അപ്പുറത്തിരുന്ന് എംബ്രോയ്ഡറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നോട് എന്ന് പറഞ്ഞിട്ട് കൊച്ചുള്ളതുകൊണ്ട് എനിക്കത് സമാധാനപൂർവ്വം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൾ തന്നെയാണ് തീർത്തത്. ഞാൻ ബക്കറ്റ് വെക്കാനായിട്ടേ വീഡിയോ ഇല്ലാത്തവരാണ് എന്നെ ചേച്ചി ഇപ്പൊ വീഡിയോ ഒന്നുമില്ല. രാത്രി എന്നെ വിളിച്ചപ്പോ ഞാൻ ഓർത്തെ രാത്രി സമയത്ത് വിളിക്കണം. ഇതെന്നെ ചേച്ചി ഇപ്പൊ വീഡിയോ ഒന്നും വന്നില്ലല്ലേ. ഞാൻ പറഞ്ഞു തിരക്കല്ലേ. പിന്നെ അല്ല അല്ലേലും കാണിക്കാൻ കൊള്ളാന്നൊന്നും നമുക്ക് നടന്നിട്ടില്ലല്ലോ. ചുരിദാർ മാത്രമേ വെറൈറ്റി ആയിട്ടുള്ള ഒന്നുമില്ല. വെറൈറ്റി ഉണ്ടായാലല്ലേ കാണിച്ചിട്ട് കാര്യമുള്ളൂ. ഇന്നലെ ഞാൻ മുള്ളേ നിൽക്കില്ലായിരുന്നു. അത് രസമില്ലേ കാണാനായിട്ട്? ഇതല്ലേ? അതെനിക്കറിയാടോ. അത് ഞാനെടുത്ത ഓർഡറാ. എനിക്ക് വരാൻ പറ്റിയില്ല, അതുകൊണ്ടാ. അത് നല്ല രസമല്ലേ കാണാൻ? എന്ത് വിലയെന്നാ തുണിക്ക്? 4000 രൂപയാ തുണി മാത്രം മേടിച്ചതിന്. അതെ അതെ ഭയങ്കര വിലയാണ്. അതാ കഴിഞ്ഞ ദിവസം നമ്മൾ പോയി മേടിച്ചത്. മലാഞ്ചി പോയി മേടിച്ചില്ലേ? ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യമാണ് ഗൈസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ക്രിസ്മസിൻ്റെ അന്നും വർക്ക് ചെയ്തത് ആളുടെ ഡ്രസ്സൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ആ റെഫറൻസ് പോലെ തന്നെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതായത് ഈ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന തുണികളാണ് ഈ മെലാഞ്ചിലുള്ള ഡൈ ചെയ്യാൻ പറ്റുന്ന തുണികളൊക്കെ. അതാണ് സംഭവത്തിന് ഇത്തിരി വില വരും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ മിക്കതും അവിടെ കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ പിറ്റേന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആളുടെ തന്നെ വേറൊരു ഡ്രസ്സിൻ്റെയാണ്. അപ്പോൾ ബ്ലൗസ് ഒരാൾ, പാവാട ഒരാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാൻസി ഇതിനകത്തുനിന്ന് പിടി വിട്ടിട്ടില്ല. ഇവിടെ കുറച്ചും കൂടി എംബ്രോയ്ഡറി വർക്ക് ചെയ്യണം കേട്ടോ, എന്നാലേ കറക്റ്റായിട്ടത് വരുള്ളൂ. അല്ലെങ്കിൽ അവിടെ കുറച്ച് ഗ്യാപ്പ് വരും. അപ്പോൾ അത് ചെയ്യട്ടെ, അത് ചെയ്യണോ, അവിടെ ലേസ് വെക്കണോ, അങ്ങനെ ആകമാനം സംശയങ്ങളാണ്. സംശയത്തിനൊടുവിൽ ചെയ്യാൻ തീരുമാനിച്ചു. എങ്ങനെയാണ് നാൻസി വെച്ചത്? മറ്റേ അമലാടതിനകത്ത് ഷോള് ഫിറ്റ് ചെയ്തത് നമ്മൾ കണ്ടില്ലായിരുന്നല്ലോ. രഹസ്യമായിട്ടേ അല്ലേ, പുറത്ത് കാണിക്കല്ല, സീക്രട്ടാ. ഇത്തിരി ഓവറായിട്ട് തോന്നുന്നുണ്ടോ? ഒരു ഇഞ്ച് മതിയായിരുന്നു. ഇത് ഇത്തിരി ഓവറായിട്ട് തോന്നണു ഇല്ലേ? തോന്നണുണ്ടോ? നീളം അത്ര മതി. ഇവിടെ മടക്കി വെച്ച് കൊടുക്കാം അല്ലേ? ഞാനേ വൺ സൈഡ് ഫുട്ടും ഇല്ലാതെ കിടക്കണുള്ളതുകൊണ്ട് പഠിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല ഞാൻ എന്തിനാ
എനിക്കറിയാവേ. ഞാൻ എന്തിനാ കയറുന്നത് എനിക്കെന്നെ അറിയാൻ പാടില്ല. ഞാൻ യാന്ത്രികമായിട്ട് കേറി അങ്ങോട്ട് ഇരുന്നതാണ്. അടിച്ചത് കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. ആവേശം മുതൽ കയറിയിരുന്നതാ. ഇന്നാ അടിച്ചു. വൺ സൈഡ് ഫുഡ് ഇട് ബിന്ദു. സോറി. ഞാനാ ചെറുത്. ചോറ് കഴിച്ചിട്ട് ബാക്കി ചെയ്താ മതി. ചോറ് കഴിക്കാൻ സമയമാകുമ്പോ ബിന്ദു ചേച്ചിക്ക് വട്ടളായി. വേണ്ടാത്തപ്പോ കഴിക്കുക. ദൈവമേ എന്റെ ബിന്ദു പരസഹായം വേണമെങ്കിൽ വിളിച്ചാൽ പറ്റും. ഇത്ര വെച്ചോ എനിക്കൊരു പ്രയോജനം ചെയ്യാൻ. നിങ്ങൾക്കറിയാമോ ഗൈസ്, ഇതാണ് മുതലാളിയുടെ ക്രൂരത. ഇന്ന് വൈകുന്നേരം ഉടുപ്പ് കൂടെ കൊടുക്കേണ്ടതാ. നേരത്തെ കാലത്തും തുണി തയ്ച്ചു കൊടുത്തില്ല മുതലാളി കയ്യെ സൂചി കയറ്റിവിടാ. അതാ ശിക്ഷ. വിഷയത്തിൽ ഇരുത്തിയിട്ട് ഒന്നും അറിയാത്ത പോലെ വരും. മുതലാളി എന്റെ ദൈവമേ, എന്നാലും എന്റെ ബിന്ദുവിന് എന്ത് പറ്റി? നല്ല ഇതിൽ അയച്ചടാ. അതിന്റെ അപ്പുറത്ത് ഈ മറ്റേ മറിച്ചത് ഒഴിച്ച് വെച്ച് ഞാൻ ചോദിച്ചായിരുന്നു തീരെയില്ലേ വൈകുന്നേരത്തേക്ക്? ഇതൊന്ന് പിടിപ്പിക്കാൻ ഞാനാ ചോറ് കഴിക്കണേ മുമ്പ്. അതിനുള്ള ശിക്ഷയാ തന്നെ എനിക്ക് തന്നെ. ചോറിന് എന്നോട് വന്നിട്ടൊന്നും തയ്ച്ചിട്ടില്ല കേട്ടോ. താണ്ടി പിടിപ്പിച്ചു തന്നിട്ട് അതെ ഞാൻ എടുത്ത് ഇങ്ങോട്ട് ഇടാൻ എത്ര വർഷം സാരി എടുക്കാൻ വാങ്ങിയിട്ട് ഈ ബോധമില്ല പെണ്ണിന് വിവരമില്ല ചെറുക്കണെന്ന് പറഞ്ഞ പോലെയാണ് നൈസിയും ഇത് കടിക്കും. മാമൻ കടിക്കും. ഇത്ര നീക്കിട്ടായോ വാല ചേച്ചിതേ ഒന്നെങ്കിൽ അതായത് ആ വീഡിയോയിൽ കാണാൻ ഇങ്ങനെയാണ്. ഇത് നമ്മുടെ മിററിലെ ഫോട്ടോ എടുക്കുമ്പോൾ തിരിഞ്ഞു പോണതാണ്. ഇവിടുന്ന് വന്ന പോലെ നിങ്ങക്ക് തോന്നി ഇല്യൂഷനാണ്. ആയിക്കോട്ടെ, ഇപ്പൊ വിഭ്രാന്തിയാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഇപ്പൊ നൈസി പറഞ്ഞ ചായ വന്നില്ല. ഇവിടെ നിരണ്ട് വരും ചേച്ചി. നൈസി പറഞ്ഞ പോലെ ഇടാനാണെങ്കിൽ പാവാടയുടെ വെട്ടി ഇവിടെ കൊണ്ടുവരണം. ഇവിടുന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം അല്ലേ? അത് അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. ആ മനസ്സിലായി? അതല്ല, ഇങ്ങനെ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളിടത്ത് ഇടാല്ല. അപ്പൊ അവിടെ ജോയിൻ ചെയ്തോ. ഇവിടെ ഈ കണ്ട ബഹളങ്ങൾ മുഴുവൻ നടക്കുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ ഇതിന്റെ ഇടനിലക്കാരിയായിട്ട് നിന്ന് പോയി. അതാണ് പ്രശ്നം. കാരണം റെഫറൻസും സംസാരിക്കുന്നതും ഫുള്ള് എന്നോടാണ് കുട്ടി. ഞാൻ നാൻസിനോട് സംസാരിക്കും വന്നിട്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന റെഫറൻസിൽ പാനൽ കെട്ടാണ് എന്നിട്ട് ബോഡിക്കോൺ ആയിട്ട് വന്നത്. അപ്പൊ ആൾക്ക് ബോഡിക്കോൺ വേണ്ട, അതുപോലെ തന്നെ വേണം ബോഡിക്കോൺ തന്നെ മതി, പക്ഷെ ഇത്തിരി ലൂസായിട്ട് വേണം പാവാട. അപ്പൊ അത് അങ്ങനെ ചെയ്താൽ വൃത്തികേടായിരിക്കും. അപ്പൊ ആള് പറയുന്നതൊക്കെ ഞാൻ എസ് അടിച്ചിട്ട് ഇവളോട് പറയുമ്പോൾ ഇവളോ അയ്യോ അത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവള് ഭയങ്കര ആലോചന. എന്നാൽ ഡയറക്റ്റ് ആയിട്ട് ആ കോച്ചിനോട് സംസാരിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പം വരില്ലായിരുന്നു. അവസാനം ഞാൻ ഫോൺ വിളിച്ചങ്ങോട്ട് കൊടുത്ത് ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ആൾക്ക് പിന്നെ പാനൽ കെട്ട പാവാട ബോഡിക്കോണേയും വേണ്ടെന്നായി, എന്തെങ്കിലും ഒരു പാവാട മതിയെന്നായി. അങ്ങനെ നമ്മൾ അംബ്രല കെട്ടാട്ടാ ചെയ്തേക്കുന്നത്. പിന്നെ ആ ഒരു റെഫറൻസിൽ ഇങ്ങനെ പാവാടയിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഷോൾ ഇങ്ങനെ ഡ്രേപ്പ് ചെയ്ത് വന്നേക്കുവാണ്. അപ്പോൾ അതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബഹളമാണ് നടന്നത്. പക്ഷേ നമ്മൾ അംബ്രല കെട്ട പാവാടയിൽ അങ്ങനെ ചെയ്യാൻ നേരത്ത് നല്ല ഫ്ലെയർ ഉള്ള പാവാടേനെ ഇങ്ങനെ വരിഞ്ഞ് മുറുക്കി ഒരു സാധനം വന്നെ പോലെ ഇരിക്കും. അതും പിന്നെ സംസാരിച്ചപ്പം വേണ്ട എന്ന് വെച്ച്, അതായത് ഷോൾ ഇല്ലാണ്ട് വിടാമല്ലോ വേണമെങ്കിൽ, അതല്ലേ നല്ലത്. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തത് അവസാനം. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഒന്നും പറയാനില്ല. പണിക്കിടക്കുന്ന ഞാൻ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്ത് വെച്ചോളൂല്ലോ. സംഭവം ഇട്ടപ്പോൾ നല്ല അടിപൊളി പെർഫെക്റ്റ് ഫിറ്റ് ആട്ടോ. ഇങ്ങനെ കാണാൻ നേരത്ത് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ആ സന്തോഷത്തിലിരിക്കാൻ നേരത്താണ് നമ്മുടെ ഇടുക്കി ടീം വന്നിട്ടുണ്ട്, ജെയ്സന്റെ പെങ്ങളും മക്കളും. അവരെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണ്. അന്ന് രാത്രി തന്നെ വന്നതാണ്. ആ കൊച്ചു ട്രയലൊക്കെ നോക്കിയിട്ട് പോയപ്പോൾ അവരെന്നെ കെട്ടിക്കൊണ്ട് ഇതേ കുമരകത്തെത്തി ഞാൻ നിന്ന തെപ്പിൽ. അങ്ങനെ ഒരു വണ്ടി ആൾക്കാരുമായിട്ട് കുമരകത്ത് ആൻറ്റിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും വണ്ടി കയറി ബൈക്കിൽ എത്തിയിട്ട് കിടന്നുറങ്ങി കേട്ടോ. ബഹളങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, എനിക്ക് നല്ല തലവേദന. ഇതും അല്ല അല്ലേ ഇങ്ങനെ വെച്ചിട്ട്? അയ്യോ കൈ ഞാൻ കണ്ടില്ല. അയ്യോ കൈ നല്ല രസമുണ്ട്. ഇത് തന്നെ വെച്ചതാണോ അവരെ പറഞ്ഞിട്ട് വെച്ചതാണോ?
റഫറൻസ് ഇങ്ങനെയാണ് കൈ സൂപ്പറാട്ടാ. അങ്ങനെ നമ്മുടെ ആദ്യ കുർബാനക്കുള്ള പാടൻ്റെ ഡ്രസ്സിന്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പിറ്റേന്നായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാണിച്ചിട്ട് കുറേ ദിവസത്തെ ടെൻഷൻ തീർന്നിട്ടുണ്ട്. കാരണം ഇത് എങ്ങനെ ചെയ്യും എന്നുള്ള ടെൻഷൻ. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇതിപ്പോൾ ഇന്നത്തെ ടെൻഷൻ അടിക്കാൻ എന്നാന്ന് വിചാരിക്കും. പക്ഷെ നമ്മളിങ്ങനെ അങ്ങനെയാണല്ലോ, പുതിയൊരു സാധനം ചെയ്യാൻ നേരത്ത് ടെൻഷൻ എന്താണെങ്കിലും ഉണ്ടാകും. അങ്ങനെ ഞാൻ ഇതിൻ്റെ വീഡിയോ വേഗം ധൃതിപ്പെട്ടെടുക്കുവാട്ടോ. കാരണം എന്നെ അവിടുത്തെ വിളിയോട് വിളിയാണ്, വേറെ ഒന്നിനുമില്ല. നമ്മൾ പിറ്റേന്ന് അടുത്തടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ ബീച്ച് കാണാനായിട്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഒരു വണ്ടി ആൾക്കാരുമായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ആലപ്പുഴ ബീച്ചിലെ ബീച്ച് ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നോട്ട് എന്തൊരു തിരക്കും ബഹളമായിരുന്നു. ഇത്രയും പിള്ളേരൊക്കെ കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. വീഡിയോ എടുക്കലൊന്നും അതുകൊണ്ട് നടന്നില്ല. കാരണം ഇതുങ്ങൾ ഏത് വഴിയാണ് ചെയ്തറി ഓർഡർ ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നല്ല ബഹളമായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ വൈക്കത്തെ അഷ്ടമിക്കൊന്നും കണ്ടിട്ടില്ല. ഇത് ഈ ഒരു സാധനം ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട്. ഇങ്ങനെ കിടന്ന് ചരിഞ്ഞ് കറങ്ങണ ഒരു സാധനം കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ട് രാത്രിയായി. പിറ്റേന്ന് ജെയ്സൺ രാവിലെ തന്നെ പിള്ളേരെയും കൂടി ഇറങ്ങിയേക്കുവാണ് മീൻ പിടിക്കണം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് എവിടെയായിട്ട് പിള്ളേരുള്ളപ്പോഴത്തേക്ക് മീനൊന്നും അടുത്തോട്ട് വരുന്നേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. എന്നും പറ്റിക്കും പിള്ളേരാ മീൻ പിടിക്കണം കാണിക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കി കാണുന്നുണ്ട് മീൻ കിട്ടുന്നില്ല. അപ്പോൾ നാൻസി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ചുരിദാർ അത്യാവശ്യപ്പെട്ട് തയ്ച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സൺഡേ ആയിരുന്നു, ചേച്ചിമാരൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ മിസ്സിൻ്റെ മകൻ്റെ ഭാര്യയുടെ ഡ്രസ്സാട്ടോ ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരെയും ഫിസിക്സ് പഠിപ്പിച്ച മിസ്സാണ്. ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു മിസ്സ് ഭയങ്കര പാവ മിസ്സാണ്. പക്ഷെ പഠിപ്പിക്കുമ്പം ഭയങ്കര റഫായിട്ടല്ലേ നിൽക്കുള്ളൂ. ഉരുളങ്ങനെ മെഴുക് വരട്ടാൻ പോകണം. ഞാൻ പോകാൻ പോയി. ഇതാണ് ഗൈസ് നമ്മുടെ ക്രിസ്മസിന് ശേഷമുള്ള കറികൾ. കക്കാലത്ത് നല്ല ഉണങ്ങിയിരിക്കട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം. അരിമീന്, പിന്നെന്താ ഉരുളൻ കിഴങ്ങ് മെഴുക്ക് പുരട്ടി, അതും കൂട്ടി ചോറ് കഴിക്കാം. മിസ്സും കൂടി വന്നായിരുന്നു കേട്ടോ ഡ്രസ്സ് മേടിക്കാനായിട്ട്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഫുള്ള് പോയി ടെൻഷനായി പോയി. അതുകൊണ്ട് ഡ്രസ്സിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ മിസ്സൊക്കെ വന്ന് കഥയൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയി. അവരൊരു കല്യാണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ എല്ലാവരുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഡ്രസ്സ് ട്രയൽ നോക്കാനായിട്ട്. പിന്നെ അന്ന് വൈകുന്നേരം ഞങ്ങൾ പൊറോട്ട മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴും മേടിക്കുന്ന സാധനം തന്നെ ഡ്രാഗൺ ചിക്കൻ. വെറൈറ്റി ആയിട്ടൊന്നും മേടിക്കത്തില്ല. ഇത് തന്നെ എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്രൈ ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കനൊക്കെ കൂട്ടി കഴിക്കാൻ കൊള്ളായിരുന്നു പൊറോട്ട. അങ്ങനെ പിറ്റേന്നായിട്ടുണ്ട്. നാൻസി ഇവിടെ ഒരു ഗ്ലൗസ് ചെയ്യണം. കാരണം നമ്മുടെ ആദ്യ കുർബാന ഡ്രസ്സില്ലേ അതിന് ഗ്ലൗസും കൂടി ചെയ്യാനുണ്ടായിരുന്നു. അതിനനുസരിച്ച് മറന്നു പോയിരിക്കുമായിരുന്നു. അപ്പം നമ്മുടെ ശരണ ചേച്ചി നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യജീവനം തിരിച്ച് വന്നിട്ടുണ്ട്. ആളുടെ ഹസ്ബൻഡിൻ്റെ അച്ഛന് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആൾ ഹോസ്പിറ്റലൊക്കെ നിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ആളിപ്പം മരിച്ചു. അതുകൊണ്ട് പിന്നെ അതിൻ്റെ ചടങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നാൻസി ഇവിടെ കയ്യിലിടുന്ന സാധനത്തിൻ്റെ പണിയിലാണ്. എന്താണ് പെണ്ണുങ്ങൾ ഇവിടെ ഒച്ച ബഹളം എടുക്കുന്നത്? അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇത് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവളത് ഇട്ട് നോക്കിയതാണ്. കൊള്ളാം, ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇങ്ങനെ ഈ വർഷത്തെ വിശേഷങ്ങൾ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ അമ്മയുടെ കുറച്ച് ബുടാച്ചി കേൾക്കാം. പറയൂ ജെസ്സി അമ്മയ്ക്ക് എന്ത് കഥയാണ് പറയാനുള്ളത്? പണ്ട് എൻ്റെയൊക്കെ കൊച്ചിലേ എൻ്റെ നലതൊട്ടമ്മയാണ് എഴുപന്നേലുള്ള വിക്ടോറി കൊച്ചാമ്മ, അപ്പച്ചൻ്റെ പെങ്ങൾ. വിക്ടോറി കൊച്ചാമ്മ കക്കറച്ച കൊലത്തണത് ഇതുപോലെയാണ്. അപ്പോ ഒരു പ്രാവശ്യം പെരുന്നാളിന് ഞാനും പോയായിരുന്നു അവരുടെ പള്ളിയിലെ പെരുന്നാളിന്. അപ്പൊ അവിടെ ചെന്നപ്പോ ഒരു ഐറ്റംസ് കക്കാറച്ചി ഇങ്ങനെ വറുത്തതുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ രുചി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. മനസ്സിലേ ഉള്ളൂ, വായിലില്ല. അപ്പൊ അതിനെ സ്മരിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ കക്കാറച്ചി ഉണ്ടാക്കുന്നത്. ആ ടേസ്റ്റ് വരുമോ ഇല്ലേന്ന് നമുക്ക് നോക്കാം. വരും. അന്നത്തെ ആ കുരുമുളകിന്റെ ടേസ്റ്റും അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞ പെരിഞ്ചീരകവും കുരുമുളകൊക്കെ ഇട്ട് വെക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഇതിനോട്. അതുകൊണ്ട് അന്നത്തെ ആ പെരിഞ്ചീരകവും കുരുമുളകും ഒക്കെ ഇങ്ങനെ കക്കാറച്ചിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമായിരുന്നു. എന്നിട്ട് ആ ഒരു ടേസ്റ്റ് ഞാൻ ഓർത്ത്
എൻ്റെ തലകത്തമ്മേനെയും ഓർത്ത് കക്കാറച്ചി ഫ്രൈയും ഓർത്ത് ആ ടേസ്റ്റ് തലകത്തമ്മ തരുവായില്ലെന്ന് ഇപ്പം അറിയാം. കിട്ടും 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 കിട്ടും. വിക്ടോറിയ കൊച്ചമ്മ ഉണ്ടോ? വിക്ടോറിയ കൊച്ചമ്മ മരിച്ചു പോയി. അപ്പൊ ഞാൻ പറഞ്ഞു സ്വർഗത്തിൽ ഇരുന്ന ആ ടേസ്റ്റ് ഇങ്ങോട്ട് വർഷിക്കോ. ഉള്ളതാണോ? കുറെ നേരം നിന്നൊലത്തിക്കൊണ്ടിരിക്കും, മാറണില്ല. എന്റെ കുറച്ച് നോക്കടി സൂപ്പർ ദാനായിട്ടുണ്ട്. ഞാൻ വേണേ രുചിച്ച് കാണിച്ചതാ. നീ ഇന്നലെ ഉണ്ടാക്കിയ കറച്ചി പോലെയാണ് ഇരുന്നത് നോക്കിയത്. എന്താ ഞാൻ ഉണ്ടാക്കിയ കറി ഉണ്ടായിരുന്നു കുഴപ്പം. ഇന്നലെ അല്ല, അത് ഉണ്ടാക്കിയിട്ട് 2 ദിവസം ആയില്ലേ. അതുപോലെയാണ് ഇരുന്നത് നോക്ക്. നോക്കാം, ഇങ്ങോട്ട് മാറി. ഇതോ ഒരു പ്രാവശ്യം തിന്നണവർ പിന്നെയും തിന്നും. ഓ